ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് ജെനറ്റിക്സ്. അതെന്താണ് ഈ ബയോടെക്നോളജി? എന്താണ് നോക്കി നോക്കാം. ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഓർ ദെയർ പ്രോഡക്ട്സ് ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ്, ടെക്നോളജീസ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. അതായത് എന്താണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തെയോ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയ എന്തുണ്ടാക്കും, ന്യൂ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടെക്നോളജീസ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ആക്കി മാറ്റുന്നതാണ് ഈ ബയോടെക്നോളജി. ഓക്കെ ആണല്ലോ. അത് ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് വാസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫുഡ് ഐറ്റംസ് ലൈക്ക് ബ്രെഡ്. പിന്നെയോ ബാക്ടീരിയ ആൻഡ് ഫംഗി were utilized to convert sugar into alcohol to make wine, അപ്പം or cake. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് or gene technology is the modern form of biotechnology. എന്താണ് ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കാം. Is a technology that controls traits of organisms by bringing about desirable changes in their genetic constitution. ഓക്കെ, അപ്പോൾ എന്താണ് ജെനറ്റിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ? അതൊരു ടെക്നോളജിയാണ്. അതെന്താ കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ദ വാട്ട് ഓർഗാനിസത്തിൻ്റെ ട്രയറ്റ്സ്. ഒരു പുതിയൊരു മാറ്റം അതിൽ കൊണ്ടുവരും. ഓക്കെ, സോ അതാണ് നമ്മളുടെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ? റീഡ് ചെയ്യണേ. സോ നെക്സ്റ്റ് നോക്കിക്കേ. ദിസ് ടെക്നോളജി becomes beneficial to mankind in the following ways. എങ്ങനെയൊക്കെയാണ് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് നോക്കി നോക്കാം. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം that produce medicines, food items and other products. പിന്നെ ഹൈ പ്രൊഡക്റ്റീവ് ആൻഡ് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. പിന്നെ റെമഡി ഓഫ് ജെനറ്റിക് ഡിസീസസ് ത്രൂ ജീൻ തെറാപ്പി. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഓർ പ്രൊഫൈലിംഗ് ടു ഐഡൻറ്റിഫൈ റിയൽ പേഴ്സൺ. അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം? ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ. ജെനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെനറ്റിക് മോഡിഫിക്കേഷൻ ഇൻ ഓർഗാനിസം ഇസ് ഡൺ ബൈ കട്ടിംഗ് ഓർ ജോയിനിങ് സ്പെസിഫിക് ജീൻ യൂസിങ് സർട്ടൈൻ എൻസൈംസ്. അങ്ങനെയാണ് ജെനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയൊക്കെയാണ്? ജെനറ്റിക് മോഡിഫിക്കേഷൻ ഇൻ ആൻ ഓർഗാനിസം ഇസ് ഡൺ ബൈ വാട്ട്? Cutting or joining specific genes using certain enzymes. Okay. For example, the stages in the production of human insulin bacteria through the process of genetic engineering. അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, സോ നോക്കിക്കേ. നെക്സ്റ്റ് അതിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. സോ ഫ്രം ഹ്യൂമൻ DNA cut the gene responsible for the പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. ഓക്കെ അല്ലേ? അപ്പം എന്താണ്? നമ്മൾ ഹ്യൂമൻ DNA ഒരു ജീൻ കട്ട് ചെയ്യുക. വാട്ട്? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. പിന്നെയോ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ സെക്കുലാർ DNA ദാറ്റ് ഈസ് ഐസോലേറ്റഡ് ഫ്രം വാട്ട്? ബാക്ടീരിയ. പിന്നെന്താ ചെയ്യേണ്ടത്? ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഈസ് ലിഗേറ്റഡ് വിത്ത് ദ ഐസോലേറ്റഡ് പ്ലാസ്മിഡ്. അതായത് അതിന് രണ്ടിന് യോജിപ്പിക്കും. വിച്ച് ഈസ് യൂസ്ഡ് ആസ് ദ വെക്റ്റർ. പിന്നെയോ ഇൻസേർട്ട് ദിസ് ലിഗേറ്റഡ് പ്ലാസ്മിഡ് ഇൻ ടു അനദർ ബാക്ടീരിയൽ സെല്ലിലേക്ക് നമ്മളുടെ ഉണ്ടാക്കി വെച്ച ലിഗേറ്റഡ് പ്ലാസ്മിഡ് ഇട്ട് കൊടുക്കും, ബാക്ടീരിയൽ സെല്ലിലേക്ക് കൊടുക്കും. ദെൻ ദിസ് ബാക്ടീരിയം ഈസ് അലൗഡ് ടു മൾട്ടിപ്ലൈ ഇൻ എ കൾച്ചർ മീഡിയം ടു പ്രൊഡ്യൂസ്. എന്തിനു വേണ്ടിയിട്ടാണ് കൾച്ചർ മീഡിയത്തിൽ ഇടുന്നത്? പ്രൊഡ്യൂസ് ഇൻആക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? ഈ ആക്റ്റീവ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ട്? ഫ്രം ദിസ്. ഓക്കെ, ഇതിൽ നിന്നാണ് ആക്റ്റീവ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിയ പിക്ചർ ഉണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലായി. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ ഹ്യൂമൻ സെല്ലിൻ്റെ, അതായത് ഹ്യൂമൻ DNAന്ന് ഒരു ജീൻ എടുക്കുക, കട്ട് ചെയ്യുക. ബാക്ടീരിയന്ന് പ്ലാസ്മിഡില്ലേ? പിന്നെ അതിന് ചെയ്യണം? രണ്ടിനും തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? പിന്നെ അതിനെ വേറൊരു ബാക്ടീരിയയിലേക്ക് ഇട്ടെടുത്തു. പിന്നെ ഒരു കൾച്ചറിലിട്ടു. അത് ചെയ്തു? പിന്നെ അതൊരു ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത് വെച്ച് ഈ ഒരു പിക്ചർ വെച്ച് അതൊന്നൊരു റീഡ് ചെയ്ത് നോക്കോ. അപ്പോൾ എന്നിട്ട് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ. ദ എൻസൈം ലൈക്ക്
എന്ത് എൻസൈമാണ് നോക്കിക്കേ, റെസ്ട്രിക്ഷൻ endonuclease used to cut DNA at specific sites are specially called as what? Genetic scissors. Okay, കട്ടിങ്ങിലൂടെയും ജോയിനിങ്ങിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതിൽ ജെനറ്റിക് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റെസ്ട്രിക്ഷൻ endonuclease ആണ് കേട്ടോ. യൂസ്ഡ് ടു കട്ട് DNA at specific sites that are generally called what? എന്താണ്? ജെനറ്റിക് സിസേഴ്സ് ആണ്. ആൻഡ് ദി enzyme like ligase. ഏതാണ്? ligase എന്താ ചെയ്യുന്നത്? It's used for what? To joining the DNA at specific site. എവിടെയാണോ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ജീനിനെ DNA ജോയിൻ ചെയ്യേണ്ടത് അത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഗേസ് ആണ് കേട്ടോ. സോ അതിന് നമ്മൾ കോൾ ചെയ്യുന്നത് ജെനറ്റിക് ഗ്ലൂ എന്നാണ്. ഓക്കെ ആണല്ലോ? നോക്കണേ, ഏതാണ് നമ്മുടെ എൻസൈം? ലിഗേസ് എന്ത് ചെയ്യുന്നത്? ജോയിനിങ് ചെയ്യാൻ വേണ്ടി, DNA ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനെ കോൾ ചെയ്യുന്നത് ജെനറ്റിക് ഗ്ലൂ എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് നോക്കാം. ദ സം ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ഇറ്റ്സ് ജീനോം. ഓക്കെ, എന്താണ് ജീനോം എന്ന് പറഞ്ഞാൽ? ദ സം ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, മൊത്തം ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ആ ഒരു സം ദാറ്റ് പ്രസൻറ്റ് ഇൻ ഓർഗാനിസം ആണെന്ത്? ജീനോം. ദ ഹ്യൂമൻ ജീനോം ഹാസ് 24,000 functional genes present in the 46 chromosomes. Okay, and majority of our genes seen in the chromosomes are non-functional ആണ് and is known as what? Junk genes എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് നോക്കിക്കേ, ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് ജീൻ ഫോർ എ സ്പെസിഫിക് ട്രൈറ്റ് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ ഇൻ അവർ ജീനോം, അതിനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? എക്സാക്ട് ജീനിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഫോർ വാട്ട്? ഫോർ എ സ്പെസിഫിക് ട്രൈറ്റ് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. ഓക്കെ, എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കും ആര്? ഈ ഒരു പ്രോജക്റ്റ് കോൾഡ് വാട്ട്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ? 1990 കേട്ടോ. ആൻഡ് അത് എൻ്റെ ചെയ്ത് 2003 ഇൻ വേരിയസ് ലബോറട്ടറീസ് ഓഫ് ദ വേൾഡ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്താണ് ജീൻ മാപ്പിംഗ് നോക്കാം നമുക്ക്. എന്താ ജീൻ മാപ്പിംഗ്? ഇറ്റ് ഈസ് എ ടെക്നോളജി ബൈ വിച്ച് വി ക്യാൻ ലൊക്കേറ്റ് എ സ്പെസിഫിക് ജീൻ ഇൻ ദ DNA റെസ്പോൺസിബിൾ ഫോർ ദ പെർട്ടിക്കുലർ ട്രൈറ്റ്. ഒരു പെർട്ടിക്കുലർ ട്രൈറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ലൊക്കേറ്റ് ചെയ്യുന്നത് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ജീൻ തെറാപ്പി നോക്കാം. അതെന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ ജീൻ ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിസീസസ് are removed and normal functional genes are inserted in their place. Okay, അതായത് ഡിസീസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ജീനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്തിട്ട് നല്ല ഫങ്ഷണൽ ജീനെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി ഹാസ് ട്രിഗേർഡ് ഗ്രേറ്റ് ഹോപ്പ് ഇൻ ദ കൺട്രോൾ ഓഫ് ജെനറ്റിക് ഡിസീസസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, DNA പ്രൊഫൈലിംഗ്. The technology of testing the arrangement of nucleotides in DNA. ഇതെന്താണ്? DNA എങ്ങനെയൊക്കെയാണ് ന്യൂക്ലിയോടൈഡ്സ് അടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റാണ് ഈ DNA പ്രൊഫൈലിംഗ്. ഓക്കെ, സോ ഈ നെക്സ്റ്റ് നോക്കിക്കേ, പ്രൊഫൈലിംഗ് അതായത് DNA പ്രൊഫൈലിങ്ങിൻ്റെ അനദർ നെയിം എന്താണ്? DNA ഫിംഗർ പ്രിൻറ്റിങ് എന്നും പറയും കേട്ടോ. DNA ടെസ്റ്റിംഗ്. അലക്സ് ജെഫ്രിയാണ് ഇത് മുന്നോട്ട് വെച്ചത് കേട്ടോ. ഇദ്ദേഹം ഇത് മുന്നോട്ട് വെക്കാനുള്ള കാരണം എന്താ? ഓരോ ആളുകളിൽ നിന്നും, അതായത് ഓരോ പേഴ്സണിലും ഈ ഒരു ന്യൂക്ലിയോടൈഡ്സിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ദ സ്കോപ്പ് ഓഫ് DNA ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു സ്കോപ്പ് എന്താ നോക്കാം. ടു ഫൈൻഡ് ഔട്ട് ദ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്, അല്ലേ, പാരമ്പര്യമായിട്ടുള്ള സ്വഭാവങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടു ഐഡൻറ്റിഫൈ റിയൽ പാരൻറ്റ് ഇൻ ദ കേസ് ഓഫ് പാരൻ്റൽ ഡിസ്പ്യൂട്ട്. പിന്നെ ടു ഐഡൻറ്റിഫൈ പേഴ്സൺസ് ഫൗണ്ട് ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് മിസ്സിംഗ് ഡ്യൂ ടു വാർ ഓർ നാച്ചുറൽ കലാമിറ്റീസ്, ടു പ്രൂവ് മർഡർ, റോബറി എക്സെട്ര. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്കോപ്പ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സെല്ലിനെ പറ്റിയിട്ടാണ്. സെൽ നമുക്കറിയാലോ എന്താണ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോഡിയാണ് അല്ലേ സെല്ല്. അത് ഓൾ ലിവിങ് തിങ്സ് ബീയിങ് ഡെവലപ്ഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അത് നമുക്കറിയാലോ അല്ലേ. ആൻഡ് റോബർട്ട് ഹൂക്കാണ് 1665 സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. ഈ ഒബ്സർവ്
cork cell of a tree bark. ഇത് നോക്കണേ, cork cell of what? Tree bark. Okay. Then cell theory. ഈ സെൽ തിയറി മുന്നോട്ട് വെച്ചത് ആരൊക്കെ ആയിരുന്നു അറിയാലോ? ആരൊക്കെ? MJ ശ്രീധരനും അതേപോലെ തന്നെ തിയോഡർ ശ്വാനും ആണ് അല്ലേ? സോ ഓൾ ഓർഗാനിസം, എന്താണ് സെൽ തിയറി പറയുന്നത് നോക്കിക്കേ? ഓൾ ഓർഗാനിസം സ്റ്റാർട്ട് ദെയർ ലൈഫ് വിത്ത് എ സിംഗിൾ സെൽ. ഈച്ച് സെൽ ഈസ് കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് വേരിയസ് മെറ്റബോളിക് പ്രോസസ്സസ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കേ, ദ സൈസ് ഓഫ് സെൽ റേഞ്ചസ് ഫ്രം, അപ്പോൾ നമ്മൾ സെല്ലിൻ്റെ സൈസാണ് പറയുന്നത് കേട്ടോ. അത് ഏത് മുതൽ ഏത് വരെ എന്തെന്നാണ് പറയുന്നത്? 1/10 to 1/1000 mm വരെ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ. ഇനി നോക്കിക്കേ, നമ്മുടെ ലാർജസ്റ്റ് സെൽ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം അല്ലേ? എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് ആണ്. ഇനി സ്മോളസ്റ്റ് സെൽ എന്താണ്? ഏതാണ്? മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം ആണ്. ഓക്കെ, ഇനി ലാർജസ്റ്റ് ഹ്യൂമൻ സെൽ ഫീമെയിൽ ഓവം ആണ്. ഇനി സ്മോളസ്റ്റ് ഹ്യൂമൻ സെൽ എന്ന് പറഞ്ഞാൽ RBC, റെഡ് ബ്ലഡ് സെല്ലാണ്. ഇനി ലോങ്ങസ്റ്റ് സെൽ എന്ന് പറഞ്ഞത് നെർവ് സെല്ലാണ്. നോട്ട് ചെയ്യണേ. ഇനി സെല്ലിൻ്റെ ഷേപ്സ് ഓഫ് ദ സെൽസ് ആർ ഓഫൻ റിലേറ്റഡ് ടു ദെയർ ഫങ്ഷൻസ്. അവരുടെ ഫങ്ഷൻസ് അനുസരിച്ചായിരിക്കും ആ സെല്ലിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് സർക്കുലർ ആൻഡ് ബൈകോൺകേവ് ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, എന്താണ് സർക്കുലർ ആൻഡ് ബൈകോൺകേവ് ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുന്നത്? അവരുടെ ഫങ്ഷൻ എന്താ? ഫെസിലിറ്റേറ്റ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. Whereas WBC have an irregular in the shape amoeboid shape ആണ് അല്ലേ? ആൻഡ് helping them to travel easily through blood vessel. അത് നോക്കി വെക്കണേ. ആൻഡ് സം അതർ ഷേപ്സ് ആർ, ഇനി വേറെയും ഷേപ്സ് ഉണ്ട് സെൽസ്. എന്തൊക്കെയാണ്? കോൺകേവ് ഉണ്ട്, ബീൻ ഷേപ്ഡ് ഉണ്ട്, ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ട്, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ദ ഓർഗനൽസ്. ഓക്കെ, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ട് അല്ലേ? സോ അതൊക്കെ ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് തന്നെ സെൽ വാൾ. സെൽ വാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് റിജിഡ് ഫ്രീലി പെർമിയബിൾ ഔട്ടർ മോസ്റ്റ് സെൽ വാൾ ഇൻ പ്ലാന്റ്സ് ആണ് ഈ സെൽ വാൾ. ഇറ്റ് പ്രൊവൈഡ് ദ സെൽ വിത്ത് പ്രൊട്ടക്ഷൻ, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഇറ്റ് സെപ്പറേറ്റ് ദ സെൽ കമ്പോണൻറ്റ് ഫ്രം ദ എൻവിറോൺമെൻറ്റ്. പിന്നെയോ ഇറ്റ് ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ് സൊല്യൂട്ട്സ് ത്രൂ ദം. പിന്നെയോ ദ മെംബ്രെയിൻ തിൻ ലിവിങ് ഡൈനാമിക് ആൻഡ് എന്താണ് ലിവിങ് ആണ്, ഡൈനാമിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് റീഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, സൈറ്റോപ്ലാസം. ഇറ്റ് ഈസ് ദ സെൽസ് ഫ്ലൂയിഡ് മാട്രിക്സ് വിച്ച് ഈസ് ദ ലൊക്കേഷൻ ഓഫ് വേരിയസ് സെൽ ഓർഗനൽസ്, enzymes, catalysis and so on. Okay, and cytosol എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മീഡിയം ദാറ്റ് കണ്ടെയ്ൻസ് എ സെൽ ഓർഗനൽ. ആ ഒരു ലിക്വിഡ് മീഡിയത്തെയാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആള് നമ്മുടെ ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് ER. എന്താണ്? ഇറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ഇൻവോൾവ് ഇൻ ജനറേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ്. ഓക്കെ, ഇറ്റ് സ്പ്രെഡ് അക്രോസ് ദ സെൽ ഫോർമിംഗ് എ സപ്പോർട്ടീവ് ഫ്രെയിം as it is continuous with the nuclear membrane and the plasma membrane. ഓക്കെ, ഇനി അവിടെ എന്തുണ്ട് നമുക്കറിയാം? 2 type of ER എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഏതൊക്കെയാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കേട്ടോ. ഇതാണ് 2 type of ER. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ അറിയാലോ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനലാണ് അല്ലേ? ദീസ് ഓർഗനൽസ് വിത്ത് വേരിയബിൾ ഷേപ്സ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ, ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് പറഞ്ഞു നോക്കി നോക്ക്? പ്രൊഡക്ഷൻ ഓഫ് എനർജി അല്ലേ? നമ്മുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് ആര്? മൈറ്റോകോൺട്രിയ ഓഫ് ദി സെൽ ഇൻ ദ പ്രോസസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് റെസ്പിറേറ്ററി എൻസൈംസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, they are the bag-like structures which are used to produce enzyme and hormones. Okay, in animal cells they help in formation of the sperm's acrosomal vesicle. Okay അല്ലേ? ഏതൊക്കെയാണ് ഓർഗനൽസ് നോക്കാം, അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്, അതും എഴുതി വെക്കണേ, നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ റൈബോസോം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ which are associated with endoplasmic reticulum or may be present in the cytoplasm. The ribosome are made up of what? RNA. RNA കൊണ്ടാണ് റൈബോസോം ഉണ്ടാക്കിയിട്ടുള്ളത്. And they are arranged in small spheres
which are quite dense. Okay. ഇനി സെൻട്രോസോമ പറയാൻ പോകുന്നത്. ദേ ആർ പ്രസൻറ്റ് ഓൺ ആനിമൽ സെൽസ് ഓൺലി. ആനിമൽ സെൽസിൽ മാത്രം കാണുന്നതാണ് സെൻട്രോസോം ആൻഡ് കംപ്രൈസ് ഓഫ് സെൻട്രിയോൾസ് ഉണ്ട് അതിൽ. ലൊക്കേറ്റഡ് നിയർ ദ ന്യൂക്ലിയസിൻ്റെ അടുത്താണ് ഇതുള്ളത്. ആൻഡ് ദേ ആർ ഇൻവോൾവ് ഇൻ ദ സിന്തസൈസ്. ഇവർ എന്തിലാണ് ഇൻവോൾവ് ചെയ്യുക? സിന്തസൈസ് ഓഫ് എന്താണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആൻഡ് സെൽ സൈക്കിൾ റെഗുലേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാസ്റ്റിഡ്സ്, ദീസ് ആർ ദ പിഗ്മെൻറ്റ്സ്. അതായത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രീൻ പിഗ്മെൻറ്റ്, ക്ലോറോഫിൽ, അതൊരു പ്ലാസ്റ്റിഡ് ആണ്. മോസ്റ്റ്ലി ക്ലോറോഫിൽ നമ്മൾ പറയും. കണ്ടെയ്നിങ് ബോഡീസ് അറേഞ്ച്ഡ് ഇൻ സ്റ്റാക്സ് കോൾഡ് തൈലക്കോയിഡ്സ്. ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഇൻക്ലൂഡ് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. നോട്ട് ചെയ്യണേ ഏതൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, പിന്നെ ലൂക്കോപ്ലാസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആളെ നോക്കാം. അടുത്ത ആളാണ് ആര്? ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസ് ആണ് നമ്മൾ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സെൽ ഓർഗനൈസിങ് സെൻറ്റർ വിച്ച് ഓൾസോ സ്റ്റോർ. ഇവിടെ എന്തുകൊണ്ട്? ദേ ആർ സ്റ്റോറിങ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഇൻ ഫോം ഓഫ് DNA അല്ലേ? ഇവിടെ എന്തുണ്ട്? ജെനറ്റിക് ഇൻഫോർമേഷൻ ഇൻ ഫോം ഓഫ് വാട്ട്? DNA വിച്ച് ഫോംസ് ദ ക്രോമസോം. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് നെസസറി ഫോർ സെൽ സർവൈവൽ. ഓക്കെ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, നമ്മളുടെ ന്യൂക്ലിയോലസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ന്യൂക്ലിയോലസ്. പ്രൊഡ്യൂസസ് റൈബോസോമൽ RNA, ഓൾസോ ഇൻവോൾവ് ഇൻ റൈബോസോമൽ അസംബ്ലി. ഓക്കെ. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് ക്രോമാറ്റിൻ ഫൈബർ. നമുക്കറിയാം DNA ഫൈബേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻസ് വിച്ച് ഫോം കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ. DNA ക്യാരീസ് ജെനറ്റിക് ഇൻഫോർമേഷൻ. ഓക്കെ ആണല്ലോ? ക്രോമസോം ഫൈബർ അറിയില്ലേ? നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല പോലെ കാണുന്നില്ലേ? അതാണ് നമ്മുടെ ക്രോമാറ്റിൻ ഫൈബർ. ക്രോമാറ്റിൻ ജാലിക എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് വാക്യൂൾ. വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഫാനോ. എന്താണ്? ദീസ് ആർ വാട്ടർ സാക്സ് ആണ് ആൻഡ് കവേർഡ് വിത്ത് ടോണോപ്ലാസ്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ വാക്യൂൾസ് ആർ കവേർഡ് വിത്ത് ടോണോപ്ലാസ്റ്റ് ആണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം water, they store food, pigments and waste products. Okay, ഇതിവിടെ സ്റ്റോർ ചെയ്യും. They provide cell with turgidity. Okay, next granules നോക്കാം. Small crystal or droplets present in cytoplasmത്തിലുള്ളൊരു കുഞ്ഞ് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലൈക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. വിച്ച് ആർ യൂസ്ഡ് ഫോർ. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെൽ ഫുഡായിട്ടാണ് ആ ഒരു സെല്ല് അത് യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാ സെല്ല് കേട്ടോ ഗ്രാനുവൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിലെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. എന്താ നെർവസ് സിസ്റ്റം അറിയാലോ അല്ലേ? നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തുണ്ട്? 2 ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റം. ഏതൊക്കെയാണ്? PNSഉം CNSഉം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലേ? ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം തന്നെ നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതായത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്കും. ഇറ്റ് ഈസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണ്. സെൻസറി നെർവസ് സിസ്റ്റം ആൻഡ് മോട്ടർ നെർവസ് സിസ്റ്റം. നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ ഫ്ലോ ചാർട്ടാക്കി വരച്ച് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, ഇനി ന്യൂറോൺ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ന്യൂറോൺ ഈസ് എ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് വാട്ട്? എന്താണ്? യെസ്, നെർവസ് സിസ്റ്റം അല്ലേ? നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാണ്?